ബംഗാളിലെ മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് ഉയരുമെന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ പ്രസ്താവന. ഡിസംബർ 6-ന് ബാബറി മസ്ജിദിന് തറക്കല്ലിടുമെന്ന തൃണമൂൽ കോൺഗ്രസ് MLA ഹുമയൂൺ കബീറിന്റെ പ്രസ്താവന വിവാദമായിട്ടുണ്ട്. പ്രീണന രാഷ്ട്രീയമെന്നാണ് BJPയുടെ ആക്ഷേപം. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി S. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, വളരെ നിർണായകമായൊരു വാർത്തയാണ് നന്ദഗോപൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നത്. ഒരു വിവാദ പ്രസ്താവന. ഈ പ്രസ്താവനയിലൂടെ തൃണമൂൽ കോൺഗ്രസ് ഈ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും അല്ലേ നന്ദഗോപൻ വെല്ലുവിളിക്കുന്നത്? അശ്വതി, ഹുമയൂൺ കബീർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ MLA നേരത്തെ തന്നെ ബാബറി മസ്ജിദ് ഈ മുർഷിദാബാദിൽ ഉയർത്തുമെന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന ഡിസംബർ 6-ാം തീയതി ഹിന്ദു സ്വാഭിമാൻ ദിനം, അതായത് ബാബറി മസ്ജിദ് പൊളിച്ച് തർക്കമന്ദിരം പൊളിച്ച് ആ സുപ്രധാനമായ ദിവസം തന്നെ ഈ ഡിസംബർ 6-ന് തന്നെ മുർഷിദാബാദിൽ അവിടെ ഇത്തരമൊരു തർക്കമന്ദിരം പോലെ തന്നെ ബാബറി മസ്ജിദ് പണിയുമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് ഹുമയൂൺ കബീർ വ്യക്തമാക്കിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഈ ചടങ്ങിൽ ഭാഗമാകുമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇതിനോടകം തന്നെ BJP വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിലേക്കും വെറുപ്പിലേക്കും തള്ളിവിടുന്ന പ്രവൃത്തിയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് ഇതിലൂടെ തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. ഈ മുർഷിദാബാദ് എന്നുള്ളത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ്. അവിടെ ധാരാളമായി ബംഗ്ലാദേശിൽ നിന്നുമുള്ള എത്തിയിട്ടുള്ള ആൾക്കാർ കുടിയേറി പാർക്കുന്നുണ്ട്. ഇത്തരക്കാരുടെ വോട്ടുകളടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്ലോക്കായി മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലെ വോട്ട് മുഴുവൻ തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴണമെന്നുള്ള അത്തരം ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ബാബറി മസ്ജിദ് എന്നുള്ള തർക്കമന്ദിരം മുർഷിദാബാദിൽ പണിയുവാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരമൊരു തർക്കമന്ദിരത്തിന്റെ മോഡലിൽ ഒരു മസ്ജിദ് ഈ മുർഷിദാബാദിൽ പണിയാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. അതിന്റെ ചിത്രങ്ങൾ സഹിതം ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നു. അതിനുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. 6-ാം തീയതി ഇതിനുള്ള തറക്കല്ലിടിയിൽ കർമ്മം നിർവഹിക്കുമെന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ MLA ആയിട്ടുള്ള ഹുമയൂൺ കബീർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളടക്കം പങ്കെടുക്കുമെന്നുള്ളതും വ്യക്തമാക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഈ പശ്ചിമ ബംഗാളിൽ വലിയ രീതിയിൽ ഹിന്ദു സമൂഹം ആക്രമണങ്ങൾ നേരിടുന്നു. അതിൽ പ്രധാന കാരണം ഈ ഇസ്ലാമിക വോട്ട് ബാങ്ക് രാഷ്ട്രീയ പ്രീണനം തന്നെയാണ്. MLAയും BJPയുടെ MPയും അടക്കം ആക്രമണത്തിനിരയാകുമ്പോഴും അവിടെ പോലീസ് ഇതെല്ലാം നോക്കി നിൽക്കുകയല്ലാതെ യാതൊരുവിധ നടപടികളും കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബീഹാർ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമ ബംഗാളിൽ NDA പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രകടനം നടത്തുകയുണ്ടായി. ആ പ്രകടനത്തെ കായികമായിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് അടക്കം നേരിട്ടത്. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ഏതാണ്ട് 12ഓളം പേർക്ക് ഗുരുതര പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴും പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയാണ്. ഇത്തരത്തിൽ അവിടെ സംസ്ഥാനത്തെ ക്രമസമാധാനം മുഴുവൻ തകർന്ന അവസ്ഥ, ഹിന്ദു സമൂഹത്തിന് അവിടെ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. അതെ നന്ദഗോപൻ, ഈ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കണം. ഈ പശ്ചിമ ബംഗാളിൽ ഏറ്റവും അധികം ഉള്ളത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ കൂടിയാണ്. അതാണ് SARനെ അടക്കം അവിടെ ഈ മമതാ ബാനർജി അതിനൊരു തടസ്സം നിന്നത്, അല്ലേ? അശ്വതി, ഇപ്പോൾ ഈ SIRമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ദിവസവും അതേപോലെ തന്നെ ഇന്നുമൊക്കെയായി വലിയ പ്രതിഷേധങ്ങൾക്ക് ഈ തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം രംഗത്തെത്തിയിരിക്കുകയാണ്. അശ്വതി സൂചിപ്പിച്ച പോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നും വ്യാപകമായിട്ടുള്ള കുടിയേറ്റം പശ്ചിമ ബംഗാളിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ വലിയൊരു പങ്കും എത്തിയിരിക്കുന്നത് ഈ മുർഷിദാബാദ് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു തർക്കമന്ദിരം പോലെ, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പോലെ ഒരു മന്ദിരം അവിടെ പണിയുവാൻ വേണ്ടി, അത്തരമൊരു കെട്ടിടം പണിയുവാൻ വേണ്ടി ഒരു തയ്യാറെടുപ്പിലേക്ക് തൃണമൂൽ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും നോക്കിക്കാണേണ്ടത് ഇത് ഒരു വർഗീയ ചേരിതിരിവിന് ആഘാതം കൂട്ടും, രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കും, രാജ്യത്തുടനീളം ഇത് ഒരു സംഘർഷത്തിന് കാരണമാകുമെന്നതടക്കമാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പിന്മാറണമെന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. അതേസമയം 6-ാം തീയതി ഇതിന്റെ ഇടിയിൽ കർമ്മവുമായി മുന്നോട്ട് പോയാൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതിൽ മുൻകൈ എടുത്തിരിക്കുന്നത് ഹുമയൂൺ കബീർ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ MLA ആണ്. അദ്ദേഹം സൂചിപ്പിച്ചത് ഇവർ പറയുന്നത് ശരിയാണെങ്കിൽ 6-ാം തീയതി തറക്കല്ലിടുവാണെങ്കിൽ അവിടെ ഒരു വലിയൊരു വർഗീയ കലാപം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയല്ലേ ഈ TMC ബംഗാളിൽ അവിടെ തുറന്നിടുന്നത്? നന്ദഗോപൻ,
പശ്ചിമ ബംഗാളിൽ മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു തർക്കമന്ദിരം അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു കെട്ടിടം ഈ മുർഷിദാബാദിൽ ഉയരുന്ന പക്ഷം രാജ്യത്തുടനീളം അത് സംഘർഷങ്ങളിലേക്ക് വഴിതെളിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിനോടൊപ്പം തന്നെ രഹസ്യാന്വേഷണ വിഭാഗവും അത്തരത്തിലുള്ള സൂചനകൾ ഇതിനോടകം നൽകി കഴിഞ്ഞു. പ്രത്യേകിച്ച് ഹിന്ദു സ്വാഭിമാന ദിനത്തിൽ ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ഇടിയിൽ കർമ്മം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു തരത്തിലുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് പ്രധാനമായും BJPയും അതേപോലെ തന്നെ ഹൈന്ദവ സംഘടനകൾ അടക്കം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഒരു ചേരിതിരിവിനും ഇപ്പോഴത്തെ രാജ്യത്തെ സമാധാന അന്തരീക്ഷത്തിന് വലിയ വിലങ്ങുതടിയാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് BJP ഇതിനെ ശക്തമായി എതിർക്കുന്നതും. അശ്വിൻ.